അതായത് ഓഫർ സെയിലാണ്, മേളയാണ്. വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ ഈ ഒരു നിരയിൽ കിടക്കേണ്ട കുറച്ച് ഇയോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,75,000 രൂപയ്ക്ക് 14 വണ്ടി കിട്ടും കേട്ടോ. 1,90,000 രൂപ. 2017 1 രൂപ മുടക്കാണ്ട് 1,90,000 രൂപയ്ക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് 260 നെഗോഷ്യബിൾ ആണ് അല്ലേ? മാക്സിമം കുറച്ച് തരാൻ പറ്റുന്ന അങ്ങ് അറ്റം കുറച്ച് തരും. അതെന്തായാലും നിങ്ങൾ വന്ന് നോക്കൂ. ഇത് വില എത്ര പറഞ്ഞേ? 1,85 അല്ലേ? ഫുൾ ഓൺ. ഈ 1,85 കുറയാണ്ടോ? ഉള്ളൂ അല്ലേ? മാക്സിമം 1,85 കുറച്ച് തരും. അതാണ് ഹൈലൈറ്റ്. ഫുൾ ലോൺ കിട്ടും ഇവിടെ. നോക്കിക്കോളൂ. 80,000 രൂപ. അത് 90 ഇത് 80 ഉണ്ട്. പിന്നെ 430 നമുക്ക് ഫുൾ ലോൺ ചെയ്തൂടെ? തീർച്ചയായിട്ടും. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട. ഫുൾ ലോണിൽ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 ഓട്ടോമാറ്റിക് വണ്ടി കൂടി കാണിച്ചു തരാം. ഒരു ഡീസൽ ഉണ്ട്, അതുപോലെ തന്നെ പെട്രോൾ ഉണ്ട്. ഞാനിന്നിപ്പോ ഈ നിൽക്കുന്നത് നമ്മുടെ AM മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂ നടത്തുന്ന ഒരു മേളേന്റെ നടുവിലാണ് കേട്ടോ. അതായത് ഓൾമോസ്റ്റ് ഒരു 150-ലധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാടധികം വണ്ടികളുണ്ട് കേട്ടോ. കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ മാസം, അതായത് മാർച്ച് മാസം, ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതും വീഡിയോ നിങ്ങൾ കാണുന്നതും 27-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ 27, 28, 29 തീയതികളിലാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഈ മേള നടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ വളരെ ബഡ്ജറ്റ് കുറച്ച്, അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ 2015 ശേഷമുള്ള വണ്ടികൾക്ക് 6 മാസം, 1 വർഷം എന്നിങ്ങനെയുള്ള വാറണ്ടികളൊക്കെ ഇവിടെ ഒരുപാട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഇവിടെയുള്ള ഓൾമോസ്റ്റ് ഉള്ള വണ്ടികളൊക്കെ തന്നെ നല്ല മോഡൽ കൂടിയ വണ്ടികളാണ്. കൂടുതലെണ്ണത്തിനും കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ വളരെ ക്ലീൻ വണ്ടികളാണ്. ഈ മാരുതി AM മോട്ടോഴ്സിൻ്റെ ഒരു ഡീലർ ആയതുകൊണ്ട് തന്നെ മാരുതി വണ്ടികളൊക്കെ ഇവിടെ ഒരുപാടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാരുതി വണ്ടികളാണ്. അൾട്ടോ 800 ഒക്കെ ഒരു നിര തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല വണ്ടികൾ വിലക്കുറവിൽ ആരും മിസ് ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതൊക്കെ അരുണാണ് കേട്ടോ. അരുൺ ബ്രോ, വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളിയായിട്ട് വളരെ ലോ ബഡ്ജറ്റിൽ അല്ലേ, വിറ്റഴിക്കൽ വിൽപ്പന അങ്ങനെ തന്നെ പറയാം. ക്ലിയറൻസ്, സ്റ്റോക്ക് ക്ലിയറൻസ് ആണ്. അതായത് എന്തായാലും മാർച്ച് മാസം ആയാലും, അപ്പോൾ മാക്സിമം ഒഴിവാക്കിയേക്കുക അല്ലേ? ആ ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കൊക്കെ സ്പെഷ്യൽ ബെനിഫിറ്റ്സും ഉണ്ട്. നല്ല വിലക്കുറവിൽ ഒരുപാട് വണ്ടികൾ കിട്ടും. പിന്നെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ ബ്രോ. ഇത് രാമനാട്ടുര ബൈപ്പാസ് ജംഗ്ഷൻ, മിസരി എന്ന് പറയുന്ന ജംഗ്ഷൻ ആണ്. നമ്മളെ ചേളാരി ഭാഗത്ത് നിന്ന് വരുന്ന സൈഡാണ്. ഓക്കെ, അതായത് നമ്മൾ പണ്ട് ടൗണിലേക്കൊക്കെ കയറുന്ന മെയിൻ വഴിയില്ലേ, ആ വഴിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവരുടെ ഗ്രൗണ്ടിൽ വണ്ടികൾ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കാരണവശാലും അവസരങ്ങൾ കളയരുത്. നല്ല നല്ല വണ്ടി എടുക്കാൻ നോക്കുന്നുള്ളവർ നേരെ ഇങ്ങ് പോരാട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ, മാക്സിമം ഷെയർ ചെയ്തോളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം. കാരണം 3 ദിവസം ഇവരുടെ മേളേ ഉള്ളൂ അല്ലേ? ഇന്ന് അതായത് 27, 28, 29 തീയതികളിലാണ് മേള നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ കളയാണ്ട് നോക്കുക, മാക്സിമം ഷെയറും ചെയ്യുക. കൂടുതൽ പറയുന്നില്ല, കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അരുൺ ബ്രോ, നമുക്ക് എന്തായാലും ഒരു നല്ല കിടിലൻ ടെറാനോ കാണിച്ചു തുടങ്ങിയാലോ? ഇതേതാ മോഡലൊക്കെ? 2014 മോഡൽ. 14 85 ആണോ ഇത്? 85 ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലീൻ വണ്ടി. പിന്നെ ഡീസലാണ്. അത്യാവശ്യം 85 ആയതുകൊണ്ട് മൈലേജ് കിട്ടും. കമ്പാരിറ്റീവ്ലി കംപ്ലൈന്റും കുറവായിരിക്കും അല്ലേ? നല്ല വണ്ടിയാ. ഇത് ഓട്ടോ എത്രയാ? ഇത് ആകെ 80,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. നിങ്ങൾക്ക് ഹിസ്റ്ററി എടുത്തു തരും. പിന്നെ മാരുതിയുടെ വണ്ടിയാണെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് ടൈം എടുക്കും. അവിടുന്ന് കിട്ടാനുള്ള ഒരു ടൈം എടുക്കും അല്ലേ? പിന്നെ ഇത് പിന്നെ നിസാൻ ആയതുകൊണ്ട് ചിലപ്പോൾ അയച്ചു തരില്ല. നമ്മളിപ്പോ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരില്ല. നമ്മള് മാരുതിനാവുമ്പോൾ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. കസ്റ്റമർ വേണം ബുക്ക് ചെയ്യാൻ. കസ്റ്റമർക്ക് പോയിട്ട് പോയാൽ ഒരു 2 മണിക്കൂർ. അതാണ് ഈ പറയുന്ന ഡിലേ കേട്ടോ. അതൊരു സമയമായിട്ടേ കൂട്ടണ്ട. പിന്നെ ഇതിന്റെ വിലയും കൂടി കേട്ടെ. ഇത് 4,15 കൊടുക്കാം. 4,15 നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെയ്ത് കൊടുക്കാം. അതായത് ഓഫർ സെയിലാണ്, മേളയാണ്. അതിന്റെയൊക്കെ പ്രൈസ് ആണ്. ബാക്കിയുള്ളതിന്റെയൊക്കെ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ശരിക്കും ഞെട്ടിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. പിന്നെ നല്ല വണ്ടികൾ എടുക്കാനുള്ള ഒരു പോരാട്ടം. പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കേസുണ്ട്, ഈ ട്രൂ വാല്യൂവിൽ വില കൂടുതലാണെന്നുള്ളത്. ഈ ചീത്തപ്പേര് നമുക്ക് ഇതിൽ മാറ്റണം. അത്രയും വില കുറച്ച് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ എന്തായാലും 4,15,000 രൂപയ്ക്ക് 85 PS ഡീസൽ 88,000 ജെനുവിൻ കിലോമീറ്റർ ഓടിയ വണ്ടി ടെറാനോ ആണ്. ഇനി ഒരു ലോ ബഡ്ജറ്റ് വണ്ടി അല്ലേ? ചെറിയ വണ്ടി. സാൻഡ്രോ ഏതാ മോഡല്? 2009 മോഡൽ. 9 ആണ്. പക്ഷെ ഇത് 9 ആണെന്ന് കണ്ടാൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത്ര നീറ്റാണ് കേട്ടോ. 2 ഹെഡ്ലൈറ്റും ക്ലീൻ ആണ്. ടയർ വാങ്ങൽ ഏകദേശം 60% ഉണ്ട്. മെയിൻ ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോ എത്രയാ? ഇത് 1 ലക്ഷത്തിന്റെ അടിയിൽ ഓടിയിട്ടുള്ളൂ. ഈ 24 പേപ്പറും ഇല്ലേ ഇനി? ഇത് നവംബറിൽ വരും. ഏകദേശം ഒരു 10,000 റേഞ്ചില്.
വണ്ടിക്ക് പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് റിന്യൂവൽ കിട്ടും. അതെ അതെ, ഒന്ന് കഴുകണമെന്നേ ഉള്ളൂ കേട്ടോ, ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവച്ചാൽ ഇവിടെ ലേശം പൊടിയുണ്ട്. സീറ്റ് കവറും കുഴപ്പമൊന്നുമില്ല. അന്ന് വന്ന ലിമിറ്റഡ് എഡിഷനിൽ വന്ന സീറ്റ് കവറാണ്, അങ്ങനെ വന്ന കമ്പനി വന്ന സീറ്റ്. 2 ഡോർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം പക്കയാണല്ലോ. പക്ക വണ്ടി. എന്താ പ്രൈസ് കേട്ടോ? അതാണ് 90 രൂപ കൊടുക്കുക. 90 രൂപ മതി. 90,000 രൂപ. ഏകദേശം നിങ്ങളൊരു 5-8 മാസം കഴിഞ്ഞിട്ട് അല്ല ഒരു 6 മാസം കഴിഞ്ഞ് പേപ്പർ എടുക്കുമ്പോൾ ഒരു 10,000 രൂപ മുടക്കണം അല്ലേ? എന്നാലും 5 കൊല്ലം സുഖമായിട്ട് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും നല്ല ക്ലീൻ വണ്ടി കിട്ടും കേട്ടോ. ഒരു കംപ്ലൈന്റ് ഇല്ല, ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി നോക്കിക്കോളൂ കേട്ടോ. വാറണ്ടി ഒന്നും കിട്ടൂല 9 ആയതുകൊണ്ട്. ലോണും കിട്ടൂല. ആ വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുമെന്ന് പറഞ്ഞു, ഇതിന് ലോൺ കിട്ടൂല. ഇനി അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2015 മോഡൽ 15 VXI ആണല്ലേ? 15 VXI ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ 60% ഉണ്ട്. വേറെ എന്തെങ്കിലും കാര്യമായ ഇല്ല, മേജർ ആക്സിഡന്റോ ഒന്നുമില്ല അല്ലെ? പിന്നെ ടച്ചപ്പ് ഇല്ലാത്ത ഒരു വണ്ടി പോലും ഇന്ന് കേരളത്തിൽ ഇല്ല. നമ്മൾ തന്നെ കിട്ടിയാൽ തന്നെ ഇപ്പൊ ബമ്പറും സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലിയർ ചെയ്തിട്ടേ ആണെങ്കിൽ. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ഇതിന്റെ ഓട്ടം പറഞ്ഞില്ലല്ലോ. ഇതാ 96,000 കിലോമീറ്റർ. എത്ര ഓടിയുള്ളൂ? ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ, ഒരു റീപ്ലേസും ഇല്ല. ക്ലീൻ വണ്ടി. എന്താ വില? ഇത് നമുക്ക് ചെറിയ പൈസ കൊടുക്കാം, 345 കൊടുക്കാം അല്ലേ? ഫുൾ ലോണും കൊടുക്കാം. അതായത് 2015 റിറ്റ്സ് പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് കുറവായിരിക്കും. 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. 3,45,000 രൂപയ്ക്ക് 1 രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നേരെ ഇങ്ങോട്ട് പോരെ. മേള തീരുന്നതിനുള്ളിൽ വന്നാൽ അത് കൊണ്ടുപോകാം. മേള കഴിഞ്ഞാൽ പിന്നെ വില മാറും അല്ലേ? അല്ലേ, നമുക്ക് മാർച്ചിൽ മാക്സിമം എന്തായാലും കൊടുക്കും. ബുക്ക് ചെയ്താലും നമുക്ക് അതിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും മേള ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ വന്ന് ബുക്ക് ചെയ്തോ കേട്ടോ. ഇനി നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും മേള കഴിഞ്ഞ് വന്നാലും കൊടുക്കണം കേട്ടോ. അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ വന്നോളൂ. ഈ പറയുന്ന പ്രൈസുകളൊക്കെ ഈ മാർച്ച് മാസം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് അതേ പ്രൈസ് കിട്ടും. അത് പറഞ്ഞാൽ സ്റ്റോക്ക് ഓൾറെഡി നമുക്ക് മാറിയിട്ട് വരും. പിന്നെ മാർച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വന്നാൽ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ നമ്പർ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുന്ന വണ്ടീന്റെ നമ്പർ ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോര്. കാരണം വേറെ ചിലപ്പോൾ വണ്ടി ഇവിടെ കിടക്കും, അതിന് വില കൂടുതലായിരിക്കും. അത് പറഞ്ഞിട്ട് സെയിം കളറിലൊക്കെ കിടക്കാറുണ്ട്. അതെ, അപ്പൊ നമ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോരും കേട്ടോ. ഇനി കിഡ് ഏതാ മോഡൽ? 2016 മോഡൽ 16 ആണ്. RX എന്ന് പറയുമ്പോൾ എനിക്ക് അന്നത്തെ എല്ലാവിധ ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. പിന്നെ ഓട്ടം ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആണല്ലോ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ഇത് മെയിൻ ക്ലാസ് എന്തെങ്കിലും ഒന്നുമില്ല. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ നല്ല കട്ടയുണ്ട്. വേറെ ഒരു അപാകതയില്ല, ഒന്നുമില്ല. ക്ലീൻ വണ്ടി. എന്താ പ്രൈസ്? 230. 230 കൊടുക്കാം. ഫുൾ ലോണും കയറി കൊടുക്കാം. ഒരു 6,000 ഒക്കെ ഏകദേശം മന്ത്ലി EMI വരുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 16 മറ്റേ ഇതിന് കൊടുക്കണ്ടേ, അതായത് ഇയോണിന് കൊടുക്കണ്ടേ ഈ പൈസ? വേണം. എന്തുകൊണ്ടും ഇയോണും നമുക്ക് അതിലും കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാം അല്ലേ? 2 ലാഖിന്റെ അടിയിലേക്ക് കൊടുക്കാം. ഇത് 800 cc ആണല്ലേ? ഓക്കെ, എന്നാലും മോശമൊന്നുമില്ല കേട്ടോ. മൈലേജ് ഒക്കെ കിട്ടും. ഒരു ഫാമിലിക്ക് കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റിൽ 1 രൂപ കയ്യിൽ നിന്ന് കൊടുക്കാൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം 5,000-ന്റെ 6,000-ന്റെ ഇടയിൽ നിങ്ങൾക്ക് അല്ലേ? ഒരു പ്രശ്നമില്ല, സുഖമായി 5 ഇയേഴ്സ് ലോണും കിട്ടും. 5 ഇയർ ലോണും കിട്ടും. ഒരു ബൈക്ക് എടുക്കുന്നതിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇനി ഈ ഭാഗത്തോട്ടായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാം തന്നെ അൾട്ടോന്റെ ഒരു വൻ നിരയാണ്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയാൻ നടപടിയാവണ കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് വണ്ടിയുണ്ട്, അതിന്റെ ഡീറ്റെയിൽ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇത് ശരിക്കും ഏത് മോഡൽ മുതലാണ് തുടങ്ങുന്നത്? നമുക്ക് ഒരു 12-13 മോഡൽസ് മുതൽ ഇവിടെ ഉണ്ട്. അതായത് 24 വരെയുള്ള വണ്ടി ഉണ്ടല്ലേ? അതുപോലെ തന്നെ പിന്നെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 1.95 മുതലുണ്ട്. 1.95 മുതൽ എത്ര വരെ? ഒരു 3 to 4 ലാഖ് വരെ ഉണ്ടല്ലേ? ഓക്കെ, 1 ലക്ഷം വാറണ്ടി ഉള്ള വണ്ടികളാട്ടോ. 6 മാസം വാറണ്ടി കൊടുക്കാം. അടിപൊളി. അതായത് 1 മാസം 1 ഇയർ, പിന്നെ 5 ഇയേഴ്സ് എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്ത വണ്ടിയാണെങ്കിൽ 5 ഇയേഴ്സ് വരെ വാറണ്ടി ഉള്ള വണ്ടി കമ്പനി വെച്ച് പിന്നെ അതിന്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇവിടുത്തെ 1 ഇയർ എക്സ്ട്രാ കിട്ടും അല്ലേ? അപ്പൊ വാറണ്ടിന്റെ കളിയാണ് കേട്ടോ. അതായത് ഓൾറെഡി എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിന്റെ മേലെ 6 ആണ് അല്ലേ? വാറണ്ടി കൊണ്ട് കളിയാണ്. അതുണ്ട് അല്ലേ? അടിപൊളി. അതായത് വാറണ്ടിയും ഉണ്ട്. ഒരു വണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 3 ഫ്രീ സർവീസ് വരും കേട്ടോ. അതായത് സർവീസ് ഫ്രീ എന്ന് പറയുന്നത് ലേബർ മാത്രമായിരിക്കും. ഓയിലൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കാശ് കൊടുക്കേണ്ടി വരും. വാറണ്ടിയുള്ള വണ്ടിന്റെ ഓയിൽ ഫിൽറ്റർ ഒക്കെ നമ്മൾ മാറി ചേഞ്ച് ചെയ്ത് വെച്ചാണല്ലേ? ഒരു 14 കിലോമീറ്റർ ഓടിയാൽ ഒന്നും ചെയ്യണ്ട, അതാണ് അതിന്റെ ഒരു ഗുണം കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ പറഞ്ഞ പോലെ തന്നെ 1,95,000 മുതൽ 3.5 to 4 ഇടയിലുള്ള ഒരു 10-30 800 കിടക്കുന്നുണ്ട്. ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് താങ്ങും എന്നുള്ളത് നോക്കിയിട്ട് വിളിച്ചാൽ മതി അല്ലേ? അരുണിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ വീഡിയോന് മേലെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. നമുക്ക് ഇവിടെ ഉള്ളൊരു നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് കാണിച്ചു കൊടുത്താലോ? സ്വിഫ്റ്റ് ഏതാ മോഡല്? 2018 മോഡൽ. 18 ആണ്. 2018 എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് 60,000 കിലോമീറ്റർ ഓടി. 60,000 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററിലുണ്ട്. വാറണ്ടി ഉണ്ട് അല്ലേ? അപ്പോൾ 6 മാസം വാറണ്ടി കൊടുക്കാം. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഓൾ ഇന്ത്യയിൽ നമുക്ക് കൊടുക്കാം. അടിപൊളി.
പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞാൽ 60,000 ഇസ്റ്ററി എടുത്ത് കൊടുക്കാമല്ലോ അല്ലേ? ഓ ഇസ്റ്ററി കാണിച്ചു കൊടുക്കാം. ഇസ്റ്ററി പോക്കറ്റിൽ വെച്ച് കിടക്കുന്ന ടീമാണ്, അതുകൊണ്ട് പിന്നെ അതൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടില്ല. വേറെ വാഹനങ്ങൾ ഒന്നുമില്ല. ക്ലീൻ വണ്ടി കാര്യങ്ങളൊക്കെ നീറ്റാണ്. അതെ അതെ. വാറന്റി കൊടുക്കുന്ന വണ്ടിയാ, മാനുവലാ. 10,000 കിലോമീറ്റർ ഒന്നും ചെയ്യണ്ട, കൊണ്ട് ഓടിച്ചാൽ മാത്രം മതി. അതാ നേരെ അടുത്ത് നിങ്ങൾക്ക് വെനപ്പ് കൊണ്ടാവും. അതെ അതെ അതെ. എണ്ണ അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ വഴിയിലാവും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, ഇതിനൊക്കെ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60-65% ടയറും ഉണ്ട്. പ്രൈസോ ഇത് നമുക്ക് 5.55 കൊടുക്കാം. 5.55 കൊടുക്കാം. കൊടുക്കും. ഓ 2018 വണ്ടി VXI 5,55,000 രൂപ. ഇനി ഒരു വെള്ളയും കൂടി കാണിച്ചു കൊടുത്താലോ? ഓ സെയിം റേറ്റാ? ഇത് സെയിം മോഡൽ. കിലോമീറ്ററോ? 88,000. ഓക്കെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? ഓക്കെ, സെയിം പ്രൈസിൽ 5,55,000 രൂപ ഒരു വെള്ളം. ഒരു രൂപ കയ്യിൽ നിന്ന് കൊടുക്കണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നും ഈ ഒരു അവസരം കളയണ്ട. ഇതിന്റെയും സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? മേജർ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ പ്രൈസ് നെഗോഷ്യബിളും ആണല്ലോ അല്ലേ? ചെറുതായിട്ട് എന്തൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് മറക്കണ്ട. നമ്മൾ ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ട് പറയണ്ട, വരുന്നവർക്കും കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ലോ ബഡ്ജറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം കളയരുത്, മേളയുടെ അവസരം കളയരുത് അല്ലേ? ഇപ്പോൾ വന്നോളൂ, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ മാർച്ച് ലാസ്റ്റ് വരെ. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ബെനിഫിറ്റ്സും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു ഡിസയർ കാണിച്ചു. ഡിസയർ ലാസ്റ്റ് ഷേപ്പ് വന്ന വണ്ടിയാണ് അല്ലേ? ഇതേതാ മോഡലൊക്കെ? ഇത് 2016 മോഡലാണ്. 2016 വണ്ടിയാണ്. കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. പറഞ്ഞോ. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഓടിയ കിടിലം വണ്ടി. അത് 16 28 ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഇസ്റ്ററി കൊടുക്കാലോ അല്ലേ? നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ പിന്നെ ആരുടെ അടുത്ത് ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാ, ഇസ്റ്ററി എടുക്കാം. ഇന്റീരിയർ നല്ല ക്ലീൻ ആണ്. കമ്പനി വന്ന സീറ്റാണ്. കവർ ചെയ്തിട്ടില്ല. അതെ അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലീൻ വണ്ടി അല്ലേ? പിന്നെ വാറന്റി കൊടുക്കാം. 1 ഇയറോ? 6 months. 6 മാസം അല്ലേ? പിന്നെ ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ 28 ഓടി ടയറാണ് കിടക്കുന്നത്. എനിക്ക് കമ്പനി ടയർ ആയിരിക്കും അല്ലേ? നിങ്ങൾ കുറച്ച് കാലം ഒന്ന് ഓടിച്ചിട്ട് ഓൾറെഡി ടയർ കുറച്ച് പഴകിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാറ്റാനുള്ള ശേഷം ചെയ്താൽ മതി. ഒരു 10-15,000 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓടിക്കുക. അത് കഴിഞ്ഞിട്ട് മാറിയാൽ മതി. പിന്നെ കാശുണ്ടെങ്കിൽ നേരത്തെ മാറിക്കോ, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പ്രൈസും കൂടി കേൾക്കട്ടെ? ഇത് നമുക്ക് 5 lakh കൊടുക്കാം. 5 ലക്ഷം രൂപ. അതായത് 2016 വണ്ടി, അത്രയ്ക്കും ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതുകൊണ്ടാണ് 5 ലക്ഷം രൂപ നെഗോഷ്യബിൾ നെഗോഷ്യബിൾ അല്ലേ? ഒരു 4 സംതിങ്ങിനൊക്കെ കൊടുത്തൂടെ? കൊടുക്കാം. വിത്ത് വാറണ്ടി 3 വർഷത്തെ, അല്ല 3 ഫ്രീ സർവീസ് അല്ലേ? വെയിലെന്ന് പറഞ്ഞാൽ അമ്മാരി വില, തലേ കറങ്ങുന്നുണ്ട്. ഇനി അടുത്തത് ബലേന ഏതാ? ഇത് 2020 മോഡലാ. 20 പുത്തൻ വണ്ടിയാണ് അല്ലേ? മാനുവൽ തന്നെ. ഓക്കെ, 2020 മോഡലാണ്. ഓട്ടോ എത്രയാ? ഇത് 65,000 കിലോമീറ്റർ ഓടി. 65,000. അതായത് 3/12/2020 എക്സാക്ട് ഡെലിവറി ഡേറ്റ് ആണ്. 65,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 65 അല്ലേ പറഞ്ഞേ? അത്യാവശ്യം ഓടിയിട്ടുണ്ടല്ലേ? വാറന്റി ഉള്ള വണ്ടിയാണ്. 1 year വാറന്റി ഉണ്ടല്ലേ? അതായത് 20-നെ അപേക്ഷിച്ച് വണ്ടി ഓട്ടം കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും അത്ര ഓട്ടം ആണെന്നും പറയാൻ പറ്റില്ല അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല? ടച്ചപ്പെങ്കിലും ബമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. ഒരു ഭാഗതയില്ലെന്ന് ഉറപ്പല്ലേ? ക്ലീൻ വണ്ടി. പ്രൈസും കൂടി കേട്ടെ? ഇത് നമുക്ക് 6.85 കൊടുക്കാം. 6,85,000 രൂപ. 2020 മോഡൽ വണ്ടിയാണെന്നും കൂടി ആലോചിക്കണം കേട്ടോ. അതും ചെയ്തു കൊടുക്കും അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷെ പ്രൊജക്ടർ അടക്കം വരുന്നുണ്ട്. DRL മാറി വന്ന മോഡൽ വന്നാണല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതാണെങ്കിലോ? അത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഇത് CVT IMT? CVT ആണ്. അതായത് മോഡൽ ഏതപ്പോ? 2018 ആണ്. 18 വരുമ്പോൾ CVT ആണ്. അത് കഴിഞ്ഞിട്ട് വന്നതൊക്കെ 39,000 കിലോമീറ്റർ ഓടിയ 39 ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടി. അന്ന് ഫസ്റ്റ് ഇറങ്ങിയതിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് ഈ 18 ആൽഫ. ഓക്കെ, ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ടോ? നല്ല ക്ലീൻ ഇന്റീരിയർ ആണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ഞാൻ ഇങ്ങനെ ചെറുപറയാൻ ഇന്റീരിയർ കാണിക്കുന്നില്ല. ഏകദേശം സെയിം സാധനത്തിന്റെ ഒരെണ്ണത്തിന്റെ കാണിക്കുള്ളൂ അല്ലേ? പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാ. 30 സംതിങ് ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? 39,000 ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കൊടുക്കാം. വാറന്റി ഉണ്ട്. ക്ലീൻ വണ്ടിയാണ്. അതായത് സിംഗിൾ രജിസ്ട്രേഷൻ ആണ്. വടകര അല്ലേ? ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും 67% ഉണ്ട് കേട്ടോ. എന്താ പ്രൈസും കൂടി കേൾക്കട്ടെ? ഇത് നമ്മളെ 7 ആസ്കിംഗ് റേറ്റ് ചെയ്ത് കൊടുക്കും മാക്സിമം. 7,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്ലീൻ ഒരു വണ്ടി എടുക്കാം. അത്യാവശ്യം നല്ല ക്ലീൻ കണ്ടീഷനിലുള്ള ഒരു ബലേനോയും കൂടി കാണിച്ചു കേട്ടോ. നമ്മൾ നേരത്തെ ഫുൾ ഓപ്ഷൻ കാണിച്ചു. ഇത് ഫുൾ അല്ലേ? ഡെൽറ്റ ആണ് അല്ലേ? ഡെൽറ്റ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും അല്ലേ? ഏതാ മോഡൽ? ഇത് 2016 മോഡൽ. 16 ആണ്. 2016 എത്ര ഓട്ടോ ഒക്കെ? ഇത് 50,000 കിലോമീറ്റർ 50 ഓടിയിട്ടുള്ളൂ. 16 അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ തന്നെ പറയാം കേട്ടോ. പിന്നെ പെട്രോൾ ആണ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ഒരു 16-17 എന്തായാലും കിട്ടും. അതുപോലെ തന്നെ ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നി 50-40 മാറിയതാണ് അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള 4 ടയറും കിടക്കുന്നുണ്ട്. പുതിയ ടയർ. അതെ.
റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. പ്രൈസും കൂടി കേൾക്കട്ടെ. നമുക്ക് 6 lakhന് കൊടുക്കാം. 6 ലക്ഷം രൂപ. 2016 വണ്ടി, 6 ലക്ഷം രൂപ. ലോ കിലോമീറ്റർ വണ്ടി, ഒരു കുഴപ്പമില്ലാത്ത വണ്ടി, 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ്, എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചധികം എക്സ്പ്രസോ കിടക്കുന്നുണ്ട് കേട്ടോ. എക്സ്പ്രസോന്റെ ഒരുപാട് വേരിയന്റ് വണ്ടികളുണ്ട്. ഇത് ശരിക്കും ഏതാണ് തുടങ്ങുന്നത്? ഇതൊരു 4 lakhൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. മോഡലൊക്കെ ഏത് മോഡലിലാണ്? 19, 20, 21, 22, 23 വരെയുള്ള വണ്ടികളുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 4 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ എത്ര വരെ പോകും? 4, 5, 5 സംതിങ് അത്ര റേഞ്ചിലൊക്കെ വരും അല്ലേ? അത് മോഡലും ഫുൾ ഓപ്ഷനും വണ്ടികളൊക്കെ ആണെങ്കിൽ മാത്രം അല്ലേ? അപ്പൊ ആ ഒരു മോഡൽ കിലോമീറ്റർ ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ എന്താ പറയാ വേരിയേഷൻ വരുന്നത്. വിലേന്റെ ആണെങ്കിലും കിലോമീറ്റർ 4000, 5000 കോടി വണ്ടികളുണ്ടല്ലേ? തീർച്ചയായും. അപ്പൊ എന്തായാലും 1, 2, 3, 4, 5, 6, 7 എണ്ണം ഇവിടെ തന്നെ കിടപ്പുണ്ട്. പിന്നെ അവിടെ വരാനുണ്ട് വണ്ടി. 3-4 കൂടി അപ്പുറത്തും കിടക്കുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 10 വണ്ടി ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ട്. ഈ എക്സ്പ്രസോ എന്ന് പറഞ്ഞ സാധനം 4 ലക്ഷം രൂപ മുതൽ ഏകദേശം 5.5 ലക്ഷം രൂപ ലോണും കൊടുക്കാട്ടോ. എല്ലാം ഫുൾ ലോൺ അല്ലേ? 19 മോഡൽ മേലെയുള്ള വണ്ടിയല്ലേ? പിന്നെ ഇവരാകുമ്പോൾ പിന്നെ ഫുൾ ലോണിന് ഒരു പഞ്ഞമില്ല കേട്ടോ. എല്ലാം ആവശ്യമായിട്ട് തരും. അടച്ചു തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ. നല്ല വണ്ടി നോക്കുന്ന ഒരു അവസരം കളയാം. 1000cc എഞ്ചിനല്ലേ വരുന്നത്. മൈലേജ് ഉണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വൃത്തിയുള്ള ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അരുണിനെ കോൺടാക്ട് ചെയ്താൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ഓട്ടോമാറ്റിക് വണ്ടി കൂടി കാണിച്ചു തരാം. ഒരു ഡീസൽ ഉണ്ട്, അതുപോലെ തന്നെ പെട്രോൾ ഉണ്ട്. IMT ആണല്ലേ? ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. അതായത് ക്ലച്ച് ഔട്ടാണ്ട് ഗിയർ ഇടാൻ പറ്റുന്ന വണ്ടി അല്ലേ? ഫാൻസി നമ്പർ 2020, മോഡലും 2020 ആണോ? ഓക്കെ. 2020 മോഡൽ i20 ന്യൂ ഷേപ്പ് വണ്ടി. വേരിയന്റ് ഏതാ? സ്പോർട്സ് അല്ലേ? സ്പോർട്സ് വരുമ്പോൾ അലോയ് വീൽ ഉണ്ടാവില്ല, ബാക്കി ഒരു എല്ലാ സാധനം ഉണ്ടാവും. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല തോന്നുന്നു അല്ലേ? ഇല്ല, ബട്ടൺ സ്റ്റാർട്ട് അല്ല. ഓക്കെ. അത്രയും പ്രശ്നങ്ങളുള്ളൂ. ഇതും ലോക്കാണ് കേട്ടോ. അതിന്റെ ഇന്റീരിയറിന്റെ കൂടുതൽ ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി. അരുൺ അയച്ചു തരും കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽ അയച്ചു തരും. രാവിലെ 9:30 സമയം ആയിട്ടുള്ളൂ. ഞാനൊക്കെ നിന്ന് വിയർക്കണ കോലം നിങ്ങൾ കണ്ടല്ലോ. അത്രയും ചൂടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ. ഏതിന് വേണമെങ്കിലും അയച്ചു തരും. 2020 എത്ര ഓടിയുണ്ട്? ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടി അല്ലേ? നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 7 lakhന് കൊടുക്കാം. 7 ലക്ഷം രൂപ. പുതിയതിന് 10.90 വില ഉണ്ട്. 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. അതായത് നല്ല പ്രൈസ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് തരും. 7 ലക്ഷം ഒന്നും വേണ്ട, 6 സംതിങ്ങിന് തരും. നെഗോഷ്യബിൾ ആക്കി. ഓക്കെ. എന്തായാലും നിങ്ങൾ വന്നോളൂ. പ്രൊഫൈൽ പക്കയാണെങ്കിൽ ഫുൾ ലോണും കൊടുക്കൂല. ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി. ഇനി ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിലോ? അത് നമുക്ക് മോഡൽ ഏതാ? 19 മോഡൽ. 19 ആണ്. 19 ഓട്ടോ ഒക്കെ എത്രയാ? ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50 ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്ററിലുള്ള ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ. നെക്സോണാണ്. നെക്സോണിന്റെ പഴയ ഷേപ്പാണ്, പഴയ മോഡലാണ്. അതെ. ഇത് ശരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. മെയിൻ ഗ്ലാസ് കാര്യമായി ഇടിയൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ എടുക്കൂല അല്ലേ? ഇതിന്റെ വണ്ടി ലോക്കാണ് കേട്ടോ. അപ്പൊ കൂടുതൽ ഇന്റീരിയറിന്റെ ഫോട്ടോ അതെ. വേറെ ഒരു അപാകതയില്ലല്ലോ. ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു 65-70% ഉണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം ഓടിക്കാനുള്ള ടയറും ഉണ്ട്. മെയിനായിട്ട് പറയേണ്ടത് 20 മേലെ മൈലേജ് കിട്ടും അല്ലേ? 18, 20, 22 വരെ നിങ്ങൾക്ക് ഹൈവേയിലൊക്കെ കിട്ടും. പ്രൈസ് കൂടി കേൾക്കട്ടെ. ഇത് നമുക്ക് 7.20. ഓക്കെ. 7 ലക്ഷം രൂപയ്ക്ക് അത് കിട്ടും, 7.20 ഇത് കിട്ടും. അപ്പൊ ഏകദേശം നല്ലൊരു പൈസ ഇതിലും കുറഞ്ഞു കിട്ടും കേട്ടോ. 6 സംതിങ്ങിനൊക്കെ പോവോ? സംസാരിച്ചോക്കാം അല്ലെ? നിങ്ങൾ വരിക, വണ്ടി കാണുക, വണ്ടിന്റെ ക്വാളിറ്റി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സംസാരിച്ചോളൂ. പരമാവധി എത്രത്തോളം ചെയ്തു തരും അല്ലെ? അത് കൊടുക്കണം. എന്തായാലും കൊടുക്കും. അതെ. ഈ പഞ്ചൊക്കെ ആണെങ്കിലോ? നമുക്ക് പഞ്ച് 7 lakh ചോദിക്കുന്ന വണ്ടി 7 ലക്ഷം രൂപ. 2022 വണ്ടി 14,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 22-14,000 അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, ക്ലീൻ പക്ക വണ്ടി. അതെ. പഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു പഞ്ചുള്ള സാധനം തന്നെയാണ് കേട്ടോ. അതായത് നല്ല 5 സ്റ്റാർ റേറ്റിംഗ്, ബോഡി ക്വാളിറ്റി എല്ലാം അല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റാണ്. കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരും. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7 lakhന് കൊടുക്കാം. 7 ലക്ഷം രൂപ. മാനുവൽ ഉണ്ട് അല്ലേ? 22 ആണ്. ആകെ 14,000 കിലോമീറ്റർ ഓടി. അതാണ് ഹൈലൈറ്റ് അല്ലേ? പുതിയ എത്ര വില വരുന്നത്? പുതിയത് ഈ മോഡലിന് വരുന്നത് 8.90 അല്ലേ? 7 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. അത്യാവശ്യം നല്ലൊരു പൈസ ഡിപ്രിസിയേഷൻ കിട്ടും. വളരെ ലോ കിലോമീറ്ററുമാണ്. വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ ഈ ഒരു നിരയിൽ കിടക്കേണ്ട കുറച്ച് ഇയോണും കാര്യങ്ങളൊക്കെ. അതിന്റെ ഫസ്റ്റ് വണ്ടി ഏതാ മോഡല്? 2017 മോഡലാണ്. 17 ആണ്. 17 അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഒന്നുമില്ല അല്ലേ? പിന്നെ ഓട്ടോ എത്രയാ? ഇത് 50,000 കിലോമീറ്റർ അടിയിൽ ഓടിയിട്ടുള്ളൂ. 50,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. ഇതിന്റെ ഒക്കെ ഇന്റീരിയർ ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞ് അയച്ചു തരും കേട്ടോ. കാരണം അതൊക്കെ ലോക്കാണ്, അതുകൊണ്ടാണ്.
പിന്നെ പ്രൈസ് കൂടി കേൾക്കട്ടെ. 1,90,000 1,90,000 രൂപ. ഫുൾ ഓൺ. 2017 1 രൂപ മുടക്കാണ്ട് 1,90,000 രൂപ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ 2018 മോഡൽ ഇയോൺ ആണ്. 18 മോഡൽ ഇയോൺ 260 കൊടുക്കാം. 260 18 ഇയോൺ അല്ലേ? ഇത് വേരിയന്റേതാ? എറ. 2 ഡോർ വിൻഡോ വരുമോ? ആ 2 ഡോർ വിൻഡോ. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോയും വരും. പിന്നെ നല്ല നീറ്റ് ആണ് വണ്ടി, അത്യാവശ്യം നല്ല വൃത്തി. സിംഗിൾ ഓണർ ആണ്. മോഡൽ ഏതാ പറഞ്ഞത്? സിംഗിൾ ഓൺ 18 അല്ലേ? സിംഗിൾ ഓൺ 60,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓൺ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ കൊടുക്കാം. അതുപോലെ തന്നെ ഗ്ലാസ് എന്തെങ്കിലും ക്ലീൻ വണ്ടി. 260 ആസ്കിംഗ് റേറ്റ് ആണ്, ചെയ്ത് കൊടുക്കും. നെഗോഷ്യബിൾ ആണല്ലേ? മാക്സിമം കുറച്ച് തരാൻ പറ്റുന്ന അങ്ങ് അറ്റം കുറച്ച് തരും. അതെന്തായാലും നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം കമന്റ് ഇടുക. അത് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. കമന്റ് ഇടുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് വണ്ടികളൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് കമന്റ് ഇട്ടോളൂ കേട്ടോ. ഇനി ഇതാണെങ്കിലോ 2014 1,75 കൊടുക്കാം. 1,75 കൊടുക്കാം. 2014 വണ്ടി. പിന്നെ ഇതിനൊക്കെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി ഉണ്ടാവില്ല, നമുക്ക് മാരുതിക്കാണ് മെയിൻ ആയിട്ട് വാറന്റി പ്രൊവൈഡ് ചെയ്യാം. അതെ. ഇത് എത്ര ഓട്ടോ ഒക്കെ? ഇത് 86,000 കിലോമീറ്റർ. അതൊക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഒക്കെ കിട്ടുമോ? ഹിസ്റ്ററി കിട്ടും. എന്തായാലും നമുക്ക് പെട്ടെന്ന് കുഴപ്പമില്ല. അതെ. ഇന്റീരിയർ ആണെങ്കിലും മോശമില്ല, എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. 1,75,000 രൂപയ്ക്ക് 14 വണ്ടി കിട്ടും കേട്ടോ. അതായത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ക്യാഷ് ബാക്കും കൊടുക്കാം, നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ. ക്യാഷ് ബാക്ക് കൊടുക്കാം. നല്ലൊരു പൈസ നിങ്ങൾക്ക് എന്തായാലും കുറയും. ഫുൾ ലോൺ കിട്ടും അല്ലേ? ഫുൾ ലോണും എന്തായാലും നോക്കിക്കോട്ടെ, മിസ് ചെയ്യണ്ട. ഇനി ഇതാണെങ്കിലോ? അത് 2015 മാഗ്ന 1,85 കൊടുക്കാം. 15 മാഗ്ന 1,85. അതായത് 2015 വണ്ടി ആട്ടോ നിങ്ങൾക്ക് 1,85,000 തരുന്നത്. ഇത് എക്സ്ട്രാ നീറ്റ് ആണ്. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. ബോഡി വൈസ് ഒരു കുഴപ്പമില്ല. ഓട്ടം 60 ജെനുവിൻ ഹിസ്റ്ററി കൊടുക്കാം. അടിപൊളി. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടികളാണ്. ഇതിൻ്റെ ഇന്റീരിയർ ആ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. നോർമൽ സാധനങ്ങളാണ് ഞാൻ പിന്നെ അപ്പുറത്തെ കാണിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മോഡലിൻ്റെ അതായത് വണ്ടീൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ അരുൺ ബ്രോ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാത്തിൻ്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ അയച്ചു തരും കേട്ടോ. ഇത് വില എത്ര പറഞ്ഞേ? 1,85 അല്ലേ? ഫുൾ ഓൺ. ഈ 1,85 കുറയാണ്ടോ? കുറയ്ക്കാനല്ലേ ഉള്ളൂ അല്ലേ? മാക്സിമം 1,85 കുറച്ച് തരും. അതാണ് ഹൈലൈറ്റ്. ഫുൾ ലോൺ കിട്ടും കേട്ടോ. നോക്കിക്കോളൂ. വളരെ ലോ ബഡ്ജറ്റ്. നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു വണ്ടി കൂടി 9 തന്നെയാണ് അല്ലേ? 2 ഡോർ വിൻഡോ ഒക്കെ വരില്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയറും ഈ ബമ്പറും പിന്നെ ഗ്ലാസിന്റെ സൈഡിൽ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി അല്ലേ? നല്ല സീറ്റ് കവർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓട്ടം അറിയോ? ഓട്ടം 80,000 റേഞ്ചിൽ. അത് ഹിസ്റ്ററി കിട്ടും നമുക്ക്? ഹിസ്റ്ററി വലിയ കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് കൊടുക്കാം, എടുത്തു കൊടുക്കാം. അതായത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 9 ആവുമ്പോഴേ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് സിംഗിൾ ഓണർ വണ്ടിയാ? ഓണർഷിപ്പ് നോക്കണം, ഞാൻ ചെക്ക് ചെയ്ത് പുതിയ വന്ന് മാറി വന്നതാണ്. ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത്രയും മാക്സിമം ഉണ്ടാവുള്ളൂ. അതിന് മുകളിലേക്കുള്ള വണ്ടികൾ വരാറ് കുറവാ, കാരണം ലോണൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ. ഇതിനും നിങ്ങൾക്ക് ലോൺ എത്രയാ? ഇത് നമുക്ക് 80 കൊടുക്കാം. 80,000 രൂപ. അത് 90 ആണെങ്കിൽ ഇത് 80. അതിലും കുറച്ച് ഉണ്ട്, അതിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. അതിലും കുറയ്ക്കും. അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കോളൂ കേട്ടോ. മാക്സിമം റേറ്റ് കുറച്ച് തരും കേട്ടോ. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള ഒരു 1.2 ലിറ്റർ പെട്രോൾ വണ്ടി കമ്പാരിറ്റീവ്ലി വില കുറച്ച് കൊടുക്കാം അല്ലേ? ഇത് ശരിക്കും മോഡൽ ഏതാ? 2018 മോഡലാ. വേരിയന്റോ? മാഗ്ന. അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. ആ കമ്പനി വന്ന വീല് സെപ്പറേറ്റ് ചെയ്തതാണ്, കമ്പനി വരുന്നതല്ല. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോ 60 ഹിസ്റ്ററി കൊടുക്കാം അല്ലേ? ഇന്റീരിയർ ആണെങ്കിലും കമ്പനി വന്ന അതേ കണ്ടീഷനിലാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചില വണ്ടീന്റെ ഇന്റീരിയർ കാണിക്കാത്തപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും കുഴപ്പമുള്ളതാണെന്ന്. ഒരിക്കലും അല്ല, വണ്ടിയൊക്കെ ലോക്കാണ്. കുറെ കീ ഇവരുടെ സ്റ്റാഫിന്റെ കയ്യിലാണ്, 1-2 പേര് വന്നിട്ടില്ല, അതൊക്കെ കൊണ്ടാണ് കാണിക്കാത്തത്. അതിന്റെ അതെ നമ്മൾ കുറച്ച് നേരത്തെ വന്നു, അതുകൊണ്ടാട്ടോ. അപ്പോൾ തുറന്നു കിടക്കണം, എല്ലാം തുറന്ന് കാണിക്കാം അല്ലേ? പിന്നെ ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം പറയുന്നു, ആ കാണിക്കാത്ത വണ്ടീന്റെ ഇന്റീരിയറിന്റെ ഫോട്ടോ ആണെങ്കിൽ അയച്ചു തരും. ഇതിന്റെ പ്രൈസും കൂടി നോക്കട്ടെ. 4 ലക്ഷം കൊടുക്കാം. 4 ലക്ഷം രൂപ അല്ലേ? 4 ലക്ഷം രൂപയ്ക്ക് 2018 കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു i10 1.2 ലിറ്റർ പെട്രോൾ മാഗ്ന. ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടെ അല്ലേ? നെഗോഷ്യബിൾ അല്ലേ? ഫുൾ ലോണും കൊടുത്തൂടെ? മാക്സിമം ഫുൾ ലോണിൽ എടുത്തോളൂ. 25 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന 2 ഡീസൽ വണ്ടി, അതായത് പഴയ ഷേപ്പും ഉണ്ട് പുതിയ ഷേപ്പും ഉണ്ട് അല്ലേ? ഓക്കെ. ചെറിയ മാറ്റങ്ങൾ വന്ന് അത് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇത് ഈ അമേസ് ആണ്. അമേസ് ഇത് ഏതാ മോഡൽ? 15 വണ്ടിയാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. 15 വണ്ടി എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് 1.18. വലിയ കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ഒന്നുമില്ല, ഒന്നാവൂല വണ്ടി, വണ്ടിയല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ടൊയോട്ട കഴിഞ്ഞാൽ പവർഫുൾ എഞ്ചിനുള്ള ഒരു വണ്ടി. പവർഫുൾ മീൻസ് അതായത് കുറച്ചധികം ഓടുന്ന വണ്ടി. 25 കൺഫേം ആണ്. അതെ, സീറ്റ് കവറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇത് എസ് വേരിയന്റാ? എസ് അല്ലേ? അത്യാവശ്യം വേണ്ടുന്ന ഫോട്ടോ വിൻഡോയും പവർ സ്റ്റിയറിംഗും എല്ലാ സാധനങ്ങളും വരും. ഫ്രണ്ടിലെയും ബാക്കിലെയും ടയർ 4 പുത്തൻ ടയർ അല്ലേ? എന്തെങ്കിലും വിധത്തിൽ ആക്സിഡന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ഈ ഹിസ്റ്ററി ഒക്കെ എടുത്ത് കൊടുക്കാലോ അല്ലേ? നോക്കാം, ടൈമിന്റെ ഒരു വിഷയമുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. 2 മണിക്കൂർ കൊണ്ട് ഇവർ എടുത്തു തരും കേട്ടോ. അതാണ് ഈ പറയുന്നത്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. വേറെ അപാകതകളൊന്നുമില്ല, ക്ലീൻ വണ്ടി. എന്താ റേറ്റ് വരുന്നത്? 4,50,000 രൂപയ്ക്ക് 2015 വണ്ടി നിങ്ങൾക്ക് കിട്ടും.
നെഗോഷ്യബിൾ ആക്കി തരും അല്ലേ, ഫുൾ ലോണും കൊടുക്കും. അടിപൊളി. ഡീസൽ വണ്ടിയാണ്, അത് മിസ് ചെയ്യേണ്ട, നോക്കിക്കോളൂ. സെയിം സാധനം പറഞ്ഞോളൂ. ഇത് ന്യൂ ഷേപ്പ് ആണ് അല്ലേ? മോഡൽ ഏതാ? 16 2016 മോഡൽ. ഇതും എസ് തന്നെയാണോ? ഇതില് സെപ്പറേറ്റ് ഒരു CTR ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ഫ്രണ്ടിലെ ആ ഒരു ഗ്രില്ല് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ന്യൂ ഷേപ്പാണ്, അത് പഴയ ഷേപ്പാണ്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ 15 16 വരുമ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നതാണ്. അത് അലോയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർ ഇതിലും ഉണ്ട്. ഓട്ടോ എത്രയാ? ഇതും ഏകദേശം 1 lakh റേഞ്ച് അല്ലേ? ശരി, കൊടുക്കാമല്ലോ അല്ലേ? കൊടുക്കാം. ഓക്കെ, 2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ എടുത്ത് തരും കേട്ടോ. അത് അധികം സമയമൊന്നും വേണ്ട. റീപ്ലേസ് ഇല്ല, ക്ലീൻ വണ്ടിയാണ്. പിന്നെ വേറെ അപാകതകളായിട്ടൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? 430 കൊടുക്കാം. 4,30,000 രൂപ. എന്താ പ്രൈസ് കുറഞ്ഞത്? അത് ഓഫറിൽ ഇട്ട പ്രൈസാ. അത് ഓഫർ ആവുന്നേ ഉള്ളൂ അല്ലേ? വന്നേ ഉള്ളൂ. ഇത് സ്റ്റോക്ക് പ്രൈസ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കിട്ടിയിട്ടില്ല, സ്റ്റോക്ക് റേറ്റ് ആണ്. ഇപ്പോൾ വണ്ടികൾ വേറെ ബ്രാഞ്ചിൽ മാറി വന്നോണ്ട്. അപ്പൊ എന്തായാലും എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഇതിലും കുറച്ച് കിട്ടും കേട്ടോ, ഉറപ്പാണ്. അത് 4.5 പറഞ്ഞത് നിങ്ങൾ നോക്കണ്ട. ഇത് 4.30 അല്ല പറഞ്ഞത്? 4.30. അപ്പൊ 4.30 കുറച്ച് അത് കിട്ടും. പിന്നെ 4.30 നമുക്ക് ഫുൾ ഓൺ ചെയ്തൂടെ? തീർച്ചയായിട്ടും. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട, ഫുൾ ലോണിലെടുക്കാം. ഈ ഒരു സെക്ഷനിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വാഗണർ കാണിച്ചു തരാം. 2 പുതിയ മോഡലും ഉണ്ട്, അതുപോലെ തന്നെ അങ്ങോട്ടുള്ളതൊക്കെ നമ്മുടെ പഴയ ഷേപ്പിൽ വരുന്ന വണ്ടികളാണ്. കറക്റ്റ്, അതായത് ഫുൾ ഡീറ്റെയിൽ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ കോൺടാക്ട് ചെയ്ത എല്ലാത്തിനും ഡീറ്റെയിൽ അയച്ചു തരും. കാരണം ഒരുപാട് വണ്ടികളായി, ഒരുപാട് സമയം, അതുകൊണ്ടാണ്. ഇതിന്റെ ജസ്റ്റ് മോഡലും കിലോമീറ്റർ 2022 മോഡൽ. 22 എത്ര ഓടിയിട്ടുണ്ട്? ഇതൊക്കെ ചെറിയ ഓട്ടോ ഉള്ളൂ, 30,000 ഓടിയിട്ടുള്ളൂ. 30,000 ഓടിയിട്ടുള്ളൂ അല്ലേ? വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ 2 പുതിയ ടയർ ഉണ്ട്, ബാക്കിൽ 30 ഓടി ടയറുമാണ് കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ക്ലീൻ വണ്ടി അല്ലേ? പ്രൈസ് എത്ര വരും? ഇത് 6,25,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം, ഇത് ഓഫറിൽ കേറിയിട്ടില്ല, വന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നല്ല രീതിക്ക് തന്നെ കുറയും. ലോക്കുമാണ് വണ്ടി. വണ്ടി ലോക്ക്, അതെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നോക്കിക്കോട്ടെ. 6,25,000 രൂപ ഇതിൽ മാക്സിമം കുറച്ച് തരും. ഇവിടെ വരിക, വണ്ടി കാണുക. അതുപോലെ തന്നെ ഈ വണ്ടി നിങ്ങളെ ഞെട്ടിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കിലോമീറ്റർ തന്നെയാണ്. ഇത് വെറും 1100 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ZXi പ്ലസ് വരുന്ന വണ്ടി അല്ലേ? ഇതിന് ബട്ടൺ സ്റ്റാർട്ട് വരുമോ? ഇല്ല, ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. അതൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഓക്കെ, അതായത് പിന്നെ ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 3/1/2024, ഏകദേശം ഒരു 2 മാസം പഴക്കം അല്ലേ? 2 മാസത്തിൽ 1100 കിലോമീറ്റർ ഓടിയപ്പോൾ ഈ വണ്ടി അവർ വിറ്റു. അടിപൊളി. വാറണ്ടി ഉണ്ട്, 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. പ്ലസ് നമ്മളവിടുത്തെ ഒരു 1 ഇയർ ഉണ്ടാവും. എല്ലാം കൂടി എന്ത് ബെനിഫിറ്റ് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും? ഇതിന്റെ വില എത്രയാ? ഇതിപ്പം നമുക്ക് ഏറെയാണ് ആസ്കിംഗ് റേറ്റ്, കുറയും. കുറയും, നല്ല കുറയും. പിന്നെ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിന് പുതിയ എന്ത് വില ഉണ്ട്? പുതിയത് 8.25 റേറ്റ്. 8.25. ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം എക്സ്റ്റൻഡർ വാറണ്ടിയുടെ റേറ്റ്, അതുപോലെ തന്നെ സീറ്റ് കവർ, പിന്നെ റെയിൻ ഗാർഡ്, ക്യാമറ എന്നിങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 20,000 രൂപയുടെ ആക്സസറി സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 1.5 ലക്ഷം രൂപയുടെ മേലെ ഡിഫറൻസ് വരും. അതായത് നിങ്ങൾ പുതിയത് എടുക്കാൻ പോവുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ ഡിപ്രിസിയേഷനിൽ നിങ്ങൾക്ക് വെറും 1100 കിലോമീറ്റർ ഓടിയ AMT കൂടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. അത് ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട്. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ അവസാന ഘട്ടങ്ങളിലേക്ക് പോകട്ടോ. അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ 1-2 വണ്ടീൻ്റെ ഡീറ്റെയിലും കൂടി പറഞ്ഞുതരാം. ഇത് ഓട്ടോമാറ്റിക് മോഡൽ 15 AMT വരുന്ന വണ്ടിയാണ്. ഓട്ടം 55,000 കിലോമീറ്റർ ഓടി. 5 അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. അടിപൊളി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടിയാണ്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ പുതിയതാണ്. ബാക്കിൽ കുറവാണ്, ഫ്രണ്ടിൽ 2 പുതിയതുണ്ട് കേട്ടോ. പിന്നെ എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 55,000 അല്ലേ? ഓക്കെ, പ്രൈസും കൂടി കേട്ടെ. 15 വണ്ടി നമുക്ക് ഒരു 4.5 കൊടുക്കാം. 4,05,000 രൂപ. അതൊക്കെ കുറയും കേട്ടോ. 3 സംതിങ്ങിനൊക്കെ കിട്ടും. കൊടുക്കാം. വാറണ്ടി ഇല്ല, 15 ആയതുകൊണ്ട് നമുക്ക് കിട്ടൂല. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. വാറണ്ടി ഇല്ലാച്ചിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. അത്രയും ചെക്ക് ചെയ്തെടുത്ത് അത് മോഡൽ ആയതുകൊണ്ടാണ് അല്ലേ? ഓക്കെ, പിന്നെ ഈ ഫ്രീ സർവീസ് ഉണ്ടാവില്ലല്ലോ? ഇല്ല. ഓക്കെ, അത് രണ്ടും ഇല്ല. ബാക്കി എല്ലാ സംഗതികളും കിട്ടും. 3 സംതിങ്ങിന് നിങ്ങൾക്ക് 2015 മോഡല് AMT വണ്ടി കിട്ടും അല്ലേ? പിന്നെ VXi തന്നെയല്ലേ ഇത്? എല്ലാവിധ ഓപ്ഷൻസും വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2016 മോഡലാണ്. 16 ഇത് നമുക്ക് 86,000 കിലോമീറ്റർ ഓടിയ വാറണ്ടി ഉള്ള വണ്ടി. വാറണ്ടി ഉള്ള വണ്ടി. ഇത് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും അല്ലേ? വാറണ്ടി മാത്രം. ഓക്കെ, പിന്നെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? നീറ്റാണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. 380. 2016 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതായത് 3,80,000 മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും കേട്ടോ. ഇനി ഇതാണെങ്കിലോ സ്റ്റിംഗർ? ഇത് സ്റ്റിംഗർ അല്ല, ഇത് VXi പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. വാഗണർ തന്നെയാണല്ലേ? വാഗണറിന്റെ VXi പ്ലസ് എന്ന് പറഞ്ഞ ലാസ്റ്റ് 18 ഇറങ്ങിയ മോഡൽ. 18 മോഡൽ. എയർ ബാഗ് വരുന്ന ടൈപ്പ്. ഇത് ഡ്യുവൽ എയർ ബാഗ് വരും. ഇത് സിംഗിൾ എയർ ബാഗ് വരുന്നത്. സിംഗിൾ ആണ് അല്ലേ?
ഇതില് സിംഗ്രയിൽ എയർ ബാഗ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ VXi പ്ലസ് ആണ് കേട്ടോ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ശരിക്കും എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് 55,000 കിലോമീറ്റർ. 5 കൊടുക്കാലോ അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ് അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 4.5 ആസ്കിംഗ് റേറ്റ്, 4,50,000 രൂപ. 4.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 VXi പ്ലസ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും സമയം കാണിച്ച ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം കുറേ എണ്ണത്തിനൊന്നും ഇൻറ്റീരിയർ ഞാൻ കാണിച്ചിട്ടില്ല. നമ്മളങ്ങനെ എല്ലായിടത്തും കാണിക്കുക, എല്ലാ വീഡിയോയിലും നമ്മൾ ഇൻറ്റീരിയർ മാക്സിമം കാണിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് അതുകൊണ്ട് മാത്രമാണ് കുറച്ച് വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാണിക്കാത്തത്. അത് കൃത്യമായിട്ട് നമ്പർ പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് അയച്ചു തരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാക്സിമം കുറഞ്ഞ വില, അതാണ് ഇന്നത്തെ ഓഫർ അല്ലേ? 27, 28, 29 തീയതികളിലാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ മേള നടക്കുന്നത്. മേളയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ വരാൻ പറ്റില്ലെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നത്, ഇവരോട് പറയുകയാണെങ്കിൽ മാർച്ച് ലാസ്റ്റ് വരെ കംപ്ലീറ്റ് മേളേൻ്റെ ഓഫറും കിട്ടും അല്ലേ? ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. വെയിലും കൊണ്ട് ഒരു രക്ഷയില്ല, അതുകൊണ്ടാണ് മാക്സിമം വേഗം പറഞ്ഞു പോയത്. ഏതെങ്കിലും ഞാൻ ഓൾറെഡി വീണ്ടും പറയുന്നു, കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അടുത്തൊരു കിട്ടുന്ന എപ്പിസോഡ് കാണാം. അതുവരെ എല്ലാവർക്കും